ഡി വൈ ബൈ അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സീക്ക് എക്സ് വൈ ഇസിക്കൽ ടു ടാൻ എക്സ്. ഇത് ലീനിയർ ഇൻ ഏതായിരിക്കും? എക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടിരിക്കുന്നത്. സൊല്യൂഷൻ ഇതാണ് കിട്ടേണ്ടത്. അപ്പം ഇത് കമ്പയർ ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂന് ഇക്വലന്റ് ആണ്. പി എന്ന് പറയുന്നത് എന്താണ്? സീക്ക് എക്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വൈ ഇ റേഷ്യോ ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ഇ റേഷ്യോ ഇന്റഗ്രൽ സീക്ക് എക്സ് ആണ്. ഇന്റഗ്രൽ സീക്ക് എക്സ് അറിയാം, ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ഇ റേസ് ടു ലോഗും ഇയും ലോഗ് ഇൻവേഴ്സ് ആണ്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കിട്ടും. ഇനി കംപ്ലീറ്റ് സൊല്യൂഷൻ വൈ ടൈം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ടൈം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. സോ y times integrating factor integral tan x plus integrating factor dx. So y times sec x plus tan x integral sec x എന്ത് ചെയ്യാണ്? q എന്ന് പറയുന്നത് tan x times tan x sec x plus tan square x dx എന്ന് വരും. ഇന്റഗ്രൽ sec x tan x എന്ന് പറയുന്നത് sec x വരും. ഇന്റഗ്രൽ tan square x എന്ന് വരും c square x minus n എന്ന് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? c square x minus 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? sec x tan x ഇന്റഗ്രൽ c square x എന്ന് പറയുന്നത് എത്ര കിട്ടും? sec x കിട്ടും. സോറി, ഇന്റഗ്രൽ c square x എന്ന് പറയുന്നത് എത്ര കിട്ടും? tan x. sec x ന് ഒരു sec x കിട്ടും. ഇന്റഗ്രൽ c square x ന് tan x കിട്ടും. -1 വരും x എന്ന് കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ.